വയനാട്ടിലെ ദുരിതബാധിതരുടെ ലോണുകൾ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിലാണ് മുഖ്യമന്ത്രി ആ ആവശ്യം ഉന്നയിച്ചത്. ബാങ്കുകളെ സംബന്ധിച്ച് വളരെ ചെറിയ തുക മാത്രമാണ് കടം എഴുതിത്തള്ളാൻ ആവശ്യമായി വേണ്ടിവരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SLPC പൊതുവിൽ അതിനൊരു തീരുമാനമെടുക്കുകയും റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും മറ്റും ഉത്തരവാദപ്പെട്ടവർ പങ്കെടുക്കുന്നുണ്ട്. ഏതെല്ലാം തലങ്ങളിലാണോ അനുമതി വാങ്ങേണ്ടത് ആ അനുമതി വാങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ കടം പൂർണ്ണമായി ഓരോ ബാങ്കും എഴുതിത്തള്ളുന്ന നിലപാട് സ്വീകരിക്കണം. വിവരങ്ങൾ നൽകാൻ അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം പുരോഗമിക്കുകയാണ്. അതിൽ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുന്നത് കേരള ബാങ്ക് സ്വീകരിച്ച വിശാല സമീപനമടക്കം ഓർമ്മിപ്പിച്ചുകൊണ്ട് മാതൃകാപരമായ ഒരു സമീപനം ബാങ്കേഴ്സ് സമിതിയുടെ ഭാഗത്തു നിന്നും ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ്. യോഗം ആരംഭിച്ചുവോ? ഏതൊക്കെ ബാങ്കിൻ്റെ പ്രതിനിധികൾ, റിസർവ് ബാങ്കിൻ്റെ അടക്കം നബാർഡിൻ്റെ അടക്കം പ്രതിനിധികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ യോഗത്തിൽ നിന്നൊരു തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രജീഷ, യോഗം ആരംഭിച്ചിട്ടുണ്ട്. യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി സംസാരിച്ചതിനിടയിലാണ് ബാങ്ക് മേധാവികളോട് ഈ ലോൺ സംബന്ധിച്ച വിഷയത്തിലെ സർക്കാരിൻ്റെ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അവിടെ ഉള്ള ആളുകൾ, ദുരന്തബാധിത മേഖലയിലുള്ള ആളുകൾ എടുത്ത ലോണുകൾ പൂർണ്ണമായും എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാകണം എന്നൊരാവശ്യമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു നിർദ്ദേശമായി തന്നെ മുഖ്യമന്ത്രി ഈ യോഗത്തിന് മുൻപാകെ പറയുകയും ചെയ്തു. ഓൺലൈനായാണ് മുഖ്യമന്ത്രി യോഗത്തിൽ പങ്കെടുത്തത്. അവിടുത്തെ ലോണുകൾ എഴുതിത്തള്ളുന്നതിൻ്റെ ബാധ്യത, സാധാരണ നിലയിൽ ഇത്തരം ലോണുകൾ എഴുതിത്തള്ളുകയാണ് എങ്കിൽ അതിൻ്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കുകയാണ് പതിവ്. ആ തുക സർക്കാർ ബാങ്കുകൾക്ക് കൈമാറി എഴുതിത്തള്ളലാണ് പതിവ് എങ്കിൽ ഇത്തവണ ഒരു മാതൃകാപരമായ സമീപനം നിങ്ങൾ സ്വീകരിക്കണം, മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള ബാങ്ക് സ്വീകരിച്ച മാതൃകാപരമായ ഒരു നടപടിയുണ്ട്. ആ പ്രദേശത്തെ ആളുകളുടെ ലോണുകൾ പൂർണ്ണമായും എഴുതിത്തള്ളാനുള്ള തീരുമാനം കേരള ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ സാമ്പത്തിക ബാധ്യത കേരള ബാങ്ക് തന്നെ ഏറ്റെടുക്കുമെന്ന കാര്യവും അന്ന് ബാങ്ക് സമിതി യോഗത്തിന് ശേഷം അവർ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. അതിന് സമാനമായി തന്നെയുള്ള ഒരു നടപടി മറ്റ് ബാങ്കുകളും സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്താമെന്നും തങ്ങളുടെ നിലപാടെന്തെന്ന് അറിയിക്കാം എന്നുള്ളതുമാണ് ബാങ്ക് പ്രതിനിധികൾ മുഖ്യമന്ത്രിയോട് മറുപടിയായി പറഞ്ഞത്. യോഗം എന്തായാലും ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സാധാരണ നിലയിൽ ദുരന്തബാധിത മേഖലകളിലൊക്കെ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് കൈവഴിയിലാണ് ബാങ്കുകളുടെ ഒരു പരിപാടി. പക്ഷേ ഇത്തവണ അത് നടക്കാനുള്ള സാധ്യതയില്ല. കാരണം വലിയ തോതിലുള്ള ജനവികാരം നിലനിൽക്കുന്നു. മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ലോണുകൾ പൂർണ്ണമായും എഴുതിത്തള്ളണം എന്നുള്ളതാണ്. അവിടെ ലോൺ എടുത്ത ആളുകളിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള അതിൻ്റെ കൃത്യമായ കണക്കുകൾ പോലുമില്ല. പ്രാഥമികമായി അവിടുത്തെ ജില്ലാതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ വന്ന കണക്ക് എന്ന് പറയുന്നത് 22 കോടി രൂപയുടെ ലോണുകൾ ആ പ്രദേശത്തുള്ള ആളുകൾ വിവിധ ബാങ്കുകളിൽ നിന്നായി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ആ പ്രദേശം പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു. മാത്രമല്ല, ഈ ജപ്തി അടക്കമുള്ള നടപടിയിലേക്ക് ഇനി ബാങ്കുകൾക്ക് പോകണമെങ്കിൽ പോലും അവിടെ നിന്നും പിടിച്ചെടുക്കാൻ ഒന്നുമില്ല. അവിടെ കിടക്കുന്നത് വലിയൊരു ദുരന്ത ഭൂമിയാണ്. കുറെ പാറക്കഷ്ണങ്ങളും മണ്ണും മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത്. അതിനാൽ തന്നെ ഈ കാലാവധി നീട്ടിക്കൊണ്ട്, സാധാരണ നിലയിൽ 5 വർഷമൊക്കെ 50% കൃഷി നശിച്ചിട്ടുണ്ടെങ്കിൽ കാർഷിക ലോണിന് തിരിച്ചടവിന്റെ കാലാവധി 5 വർഷം വരെ നീട്ടിക്കൊടുക്കാറുണ്ട് മൊറട്ടോറിയം പ്രഖ്യാപിച്ച്. പക്ഷേ ഇവിടെ അങ്ങനെ 5 വർഷം നീട്ടിക്കൊടുത്തത് കൊണ്ടോ ലോൺ അടയ്ക്കാനുള്ള കാലപരിധി ദീർഘിപ്പിച്ചതുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല. അവർക്ക് ഈ ലോൺ എടുത്ത പണം തിരികെ അടയ്ക്കണമെങ്കിൽ അവർക്കൊരു ഉപജീവനമാർഗം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അവർക്ക് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന തുകയാണ്. 10,000 രൂപ സർക്കാർ സമാശ്വാസ തുകയായി പ്രഖ്യാപിച്ചിരുന്നു. ആ തുകയിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഒരു നടപടി അവിടുത്തെ കേരള ബാങ്കിന്റെ ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ ബാങ്ക് അവിടെ നിന്നും ലോൺ എടുത്ത ആളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ സർക്കാർ നൽകിയ തുകയിൽ നിന്നും പണം പിടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആ തുക അടിയന്തരമായി തിരികെ നൽകണമെന്ന് കളക്ടർ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ബാങ്കിലേക്കടക്കം പ്രതിഷേധമടക്കം വയനാട്ടിൽ നടക്കുന്നത് നമ്മൾ കാണുന്നത്, യുവജന സംഘടനകളുടെ അടക്കം പ്രതിഷേധം ബാങ്കിലേക്ക് നടന്നത് നമ്മൾ കണ്ടതുമാണ്. ഇപ്പോഴും വലിയ തോതിലുള്ള പ്രതിഷേധം ആ മേഖലയിൽ നിലനിൽക്കുന്നു. അങ്ങനെ വയനാട്ടിൽ നിലനിൽക്കുന്ന കൽപ്പറ്റയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി യോഗത്തിൽ സംസാരിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോടെ ഏതു തരത്തിൽ ബാങ്കേഴ്സ് സമിതി പ്രതികരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. വൈകുന്നേരം ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് ബാങ്കേഴ്സ് സമിതി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ആ നാടിന് അനുകൂലമായ അല്ലെങ്കിൽ ഈ ദുരന്തബാധിതർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് കേരള ബാങ്ക് സ്വീകരിച്ചതുപോലത്തെ ഒരു സമീപനം മറ്റ് ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രജീഷ്.